എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ണിയപ്പമാണ്. അരിയൊന്നും അരയ്ക്കാതെ പഴമൊന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി അങ്ങോട്ട് ഓണക്കാലമല്ലേ, അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ ഇത് കലക്കി വെച്ചൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം. അതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1/4 കപ്പ് റവ, 3/4 കപ്പ് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഇതിനൊരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 1.5 കപ്പ് ശർക്കര ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ കട്ടകളൊക്കെ ഇല്ലാതെ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 3-4 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് ചുക്ക്, പഞ്ചസാര 1 ടീസ്പൂൺ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഇതാരും 1.5 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിയൊക്കെ കൂടിയാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. പക്ഷെ അത് ചേർത്താൽ നല്ലതാണ്, പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് കലക്കി വെച്ചൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടാൽ നല്ലതാണ്. എന്നിട്ട് ഇതിനിപ്പോൾ അതങ്ങ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് കുറച്ച് നെയ്യിൽ വറുത്തിടുകയാണ് കേട്ടോ. തേങ്ങാക്കൊത്തും കുറച്ച് എള്ള്, 1/2 ടീസ്പൂൺ എള്ളും കൂടി നെയ്യിൽ വറുത്തിട്ടതാണ്. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും മതി. അപ്പോൾ ഞാനത് കാണിക്കണില്ല, എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങാക്കൊത്ത് കുറച്ച് വറുത്തിടുന്നത്. അപ്പോൾ അത് കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ എള്ളും. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി കൂടി വെള്ളം, 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ചൂടായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും പകുതി ഭാഗം മാത്രം ഒഴിച്ചെടുക്കാം. മാവ് പകുതി ഭാഗം മാത്രം ഒഴിച്ചെടുത്താൽ മതി. മാവെല്ലാം എല്ലാ കുഴിയിലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ ചുരുക്കിയിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. പിന്നെ ഉള്ളി വേകാതെ പുറം പെട്ടെന്ന് മൊരിയുകയും ചെയ്യും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീയൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞപ്പോഴത്തേനും അതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി ഒരുപാട് നേരം എണ്ണയിൽ കിടന്നു കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനിത് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് 2 വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഉണ്ണിയപ്പമാണ്. 10 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം, അത്ര മതി. അല്ലാതെ ഇത് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. അരി അരയ്ക്കുകയും വേണ്ട, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഓണ വിഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.